ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നോ രണ്ടോ വാചകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് ആ വിധിപ്പകർപ്പ് കിട്ടി അത് പഠിച്ചതിന് ശേഷം മാത്രമേ അതിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അമ്മ ഇതിൽ ശക്തമായി തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന കാര്യത്തിലോ? അതെ, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രോസിക്യൂഷൻ്റെ വാദവും കോടതി ട്രയലിൽ നമ്മൾ അവതരിപ്പിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചതും എല്ലാം ആ രീതിയിൽ തന്നെയാണ്. സാറേ, കൃത്യം നടന്ന സമയത്ത് ഒരു സാക്ഷി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കേസായിരുന്നു. എങ്ങനെയാണ് കളിക്കാൻ? വെല്ലുവിളി നിറഞ്ഞ കേസ് തന്നെയായിരുന്നു. സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടുണ്ടായ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, മൊബൈൽ ചാറ്റിങ്, വോയിസ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ അതിനു മുമ്പുണ്ടായ സംശയകരമായ സാഹചര്യങ്ങൾ, ഗ്രീഷ്മ ഷാരോണിൻ്റെ ചേട്ടനോട് കൊടുത്ത കഷായങ്ങളുടെ പേരുകൾ, അത് മാറ്റി മാറ്റി പറഞ്ഞ കാര്യങ്ങൾ, ചില ഫോട്ടോകൾ കഷായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തിരുന്നത് ഇതാണ് കൊടുത്തതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൽ, ഇതെല്ലാം തന്നെ ഈ കുറ്റകൃത്യത്തിലേക്ക് വരച്ചുകൊണ്ടുന്ന നിർണായകമായ തെളിവുകൾ ഉണ്ടായി. പിന്നെ ആന്തരികാവയവങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാർ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പ്രതി ഗ്രീഷ്മയും രണ്ടാം പ്രതി ഗ്രീഷ്മേൻ്റെ അമ്മാവൻ ഈ പറയുന്ന കൊലപാതകത്തിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ് കുറ്റം. ഗ്രീഷ്മേൻ്റെ അമ്മേനെ വെറുതെ വിട്ടിട്ടുണ്ട്, തെളിവുകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഷാരോണിനെ ഈ ഗ്രീഷ്മയുടെ അമ്മ കണ്ടിട്ടുണ്ട്. അതായത് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് ഗ്രീഷ്മേൻ്റെ അമ്മ, ഷാരോൺ വീട്ടിലേക്ക് പോവുകയാണ്. അത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തെളിവുകളുടെ അഭാവമായിരിക്കാം അമ്മേനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഏതായാലും ഗ്രീഷ്മ ഷാരോൺ ഈ ഒരു കേസ് വരുന്നത് 2022-ലാണ്. അതായത് ഒരു വർഷത്തോളം സ്നേഹിച്ചതിന് ശേഷം ഗ്രീഷ്മയ്ക്ക് പുതിയൊരു കല്യാണാലോചന വരുവാണ്, ഒരു പട്ടാളക്കാരൻ്റെ. അവസാനം ഗ്രീഷ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഷാരോനെ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കി, കുറേ സമയം ഇതിനു വേണ്ടി ചിലവാക്കി, കുറേ ജ്യൂസിൽ മരുന്ന് കലക്കി കൊടുത്തു, അങ്ങനെ പലതും കാണിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം ഷാരോൺ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതൊന്നും അറിയാതെ പാവം ഷാരോൺ ഇയാളെ വിശ്വസിച്ചു, അതായത് ഗ്രീഷ്മേനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ഗ്രീഷ്മ പറയുകയാണ് വീട്ടിലേക്ക് വരാൻ. അങ്ങനെ വീട്ടിലേക്ക് പോയ ഷാരോനെ അവിടെ കഷായത്തിൽ വിഷം കൊടുത്തിട്ട് കുടിപ്പിക്കുകയാണ്. അങ്ങനെ കുടിച്ചതിന് ശേഷം ഛർദ്ദിക്കുന്ന ഷാരോൺ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ ഒരു 3-4 ദിവസം കിടക്കുന്നു. അവിടെ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. പക്ഷേ ഗ്രീഷ്മ അറിയാത്ത ഒരു ഘടകം കൂടി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്രീഷ്മ വിചാരിച്ചു ഷാരോൺ ഒറ്റയ്ക്കാണ് ഗ്രീഷ്മേൻ്റെ വീട്ടിലേക്ക് ചെന്നതെന്ന്. പക്ഷേ ഗ്രീഷ്മേൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് ഈ പറയുന്ന ഷാരോണിൻ്റെ കൂടെ ഷാരോണിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്, എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ എല്ലാം പുറകെ ചെറിയൊരു തെളിവ് ബാക്കി വെക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അന്ന് ആ കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് വണ്ടി കൊണ്ട് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഷാരോൺ മരണപ്പെടുകയും ഈ ഒരു കേസ് എവിടെ എത്താതെ പോവുകയും ചെയ്തേനെ. പക്ഷേ ഷാരോൺ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മേനെ തെറ്റിദ്ധരിച്ചില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഷാരോൺ ഗ്രീഷ്മയെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. കാരണം മരണക്കിടക്കയിൽ പോലും ഷാരോൺ എത്രത്തോളം ഗ്രീഷ്മേനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കേസ് ഇത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഈ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാരോണിൻ്റെ ചേട്ടൻ, അതായത് ആയുർവേദ ഡോക്ടറായിട്ടുള്ള ഷാരോണിൻ്റെ ചേട്ടൻ്റെ ഒരു ബുദ്ധി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഷാരോൺ മരുന്ന് കഴിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഷാരോണിൻ്റെ ചേട്ടൻ ഈ ഗ്രീഷ്മേനെ വിളിക്കുന്നുണ്ട്. ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചതെന്ന് കന്മമുട്ടില് മേലെ ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു. ഇപ്പം വാട്സാപ്പിൽ അതിന്റെ ഇട്ടേക്ക്. എനിക്ക് പേരറിഞ്ഞൂടാ. എവിടെ കറക്റ്റ് സ്ഥലം അറിയാവൂ? കണ്ണമ്മമുട്ടിന്ന് ഇളഞ്ചിറയിലോട്ട് പോകുന്ന റൂട്ടില് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ്. ആയുർവേദ ഷോപ്പ് തന്നെയല്ലേ? ആയുർവേദ ഷോപ്പാണ്. ഞാൻ വേണമെങ്കിൽ വിളിച്ച് കൺഫേം ചെയ്യാം. അല്ല, പുസ്തകങ്ങളുടെ ഫാർമസി അല്ല, ഇനി ചോദിക്കണ്ട, കുഴപ്പമില്ല. അത് മെഡിസിന് 2 ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷൻ കഷായം എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം. അപ്പോൾ നോക്കിയപ്പോൾ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല. പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി, അതിൽ ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോടാണ്.
കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് ഇപ്പോ അങ്ങോട്ട് മാറ്റം വിട്ട് പോയതാണ്. കോഴിക്കോടാണെന്ന് പിന്നെ വീട്ടിൽ വന്നാ ചികിത്സിക്കുന്നത്? വിളിക്കാം. പുള്ളി വീട്ടിൽ വന്നാ ചികിത്സ? ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചുകൊണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? അപ്പോഴാണ് എഴുതിയത്. ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ. അല്ലാതെ പുറത്തൊരു ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നുമില്ലായിരുന്നു. ഞാൻ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായി. അപ്പൊ ഇത് ഞങ്ങളപ്പോ അതിനെ നോക്കിക്കോളാം. കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം. എങ്കിലേ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നമെന്ന്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. ഏതൊരു സാധാരണക്കാരനും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൽ ഈ പറയുന്ന ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്നുള്ളത്. കാരണം പറഞ്ഞത് തന്നെ പിന്നെയും മാറ്റി പറയുക, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ തന്നെ പിടിച്ചു നിൽക്കാതിരിക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് ഗ്രീഷ്മ അന്ന് തന്നെ സംസാരിച്ചത്. അന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ട് എന്നുള്ളത്. എത്രത്തോളം സ്നേഹത്തിൻ്റെ സിമ്പലുകൾ അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹത്തിൻ്റെ മെസ്സേജുകൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും സത്യം ഒരിക്കലും മൂടി വെക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നമ്മുടെ ഇടയിലുണ്ട്. അതായത് സ്നേഹം കൊണ്ട് അങ്ങോട്ട് പൊതിയും, എന്നിട്ട് അവസാനമേ നമ്മൾ അറിയുള്ളൂ ഇവർ ഈ കാണിച്ചതെല്ലാം വെറും ഒരു അഭിനയമായിരുന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി സ്നേഹിക്കുന്നവരുടെ മനസ്സിലുണ്ടാവില്ല. കാരണം വെച്ചാൽ സ്നേഹം അവർ അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കും. നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതെ തിരിച്ചും അങ്ങനെ തന്നെ ആണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകും. പിന്നെ അവസാനമായിരിക്കും അറിയുന്നത് ഇവർ നമ്മളെ ചതിക്കുമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കേസിൽ പറയുന്നുണ്ട് ഷാരോണിൻ്റെ അവസാന നിമിഷം, അതായത് മരണം അടുക്കുകയാണെന്ന് അറിയുന്ന നിമിഷം ഷാരോൺ ഈ പറയുന്ന ഷാരോണിൻ്റെ അച്ഛനോട് പറഞ്ഞു അവൾ എന്നെ ചതിച്ചതാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഷാരോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു കേസിന് ബലം നൽകിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ സാധാരണ ഒരു മരണം പോലെ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പോലെ ഇത് ചിലപ്പം കടന്നു പോയാനെ. എന്തായാലും ഇതേപോലുള്ള ഒരുപാട് രാക്ഷസികളും രാക്ഷസന്മാരും എല്ലാം നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ ഒന്നും തിരിച്ചറിയാൻ വേണ്ടി ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. കാരണം എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ മനസ്സിലുള്ളതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ഷാരോണിൻ്റെ കേസിൽ നാളെ വിധി വരികയാണ്. ഈ ഷാരോണിൻ്റെ കേസിൽ ഗ്രീഷ്മയുടെ അമ്മ പങ്കുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വീട്ടുകാരും ആരോപിക്കുന്നത്. അത് എന്തായാലും പുറത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. പങ്കുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ വീണ്ടും ഒരു അപ്പീൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പങ്കുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. അല്ലെങ്കിൽ ഷാരോണിന് നീതി കിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഷാരോണും ഗ്രീഷ്മയും ആ സമയത്ത് ചാറ്റ് ചെയ്ത ഈ ഒരു ചാറ്റും കൂടി നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിപ്പോൾ പറഞ്ഞിട്ട് കുടിച്ചു അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്ത് വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണേ. എനിക്ക് മാറ്റി പറയേണ്ട കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടൻ്റെ അടുത്തും പപ്പയെടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല അത് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്കും ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്കും. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുടിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ ചേട്ടനെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചതങ്ങേരല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി കഴിഞ്ഞത് ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് ശബ്ദത്തിൽ ഉറങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്.
പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. ഇത് അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. കൈപ്പറയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞാൽ എന്നിട്ട് കുടിച്ചു അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്ത് വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് മാറ്റി പറയുന്ന കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടൻ്റെ അടുത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല അത് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്ക്, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുടിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ ചേട്ടനെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചത് അങ്ങേരല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ലേ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള മായ നമ്മളന്ന് കുടിച്ചിട്ടില്ല. അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് ശബ്ദത്തിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. ഇത് അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ.